മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ സങ്കടകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. എനിക്ക് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇവിടെ പട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കും, തെരുവ് നായ്ക്കൾക്കൊക്കെ ചോറ് കൊടുക്കും. അപ്പോൾ ആ കൂട്ടത്തിലൊരു നായ്ക്കുട്ടി, ആരോ വളർത്തിയ നായ്ക്കുട്ടിയാണ് ഇവിടെ വന്നു. അതിൻ്റെ അവസ്ഥ തലയൊക്കെ പൊട്ടിപ്പറിഞ്ഞ് പുഴുവരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇവിടെ വന്നത്. അത് സാധാരണ നമ്മൾ തെരുവ് നായ്ക്കൾ നമ്മളെ കണ്ടാൽ ഓടും. ഈ കുഞ്ഞാണെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ട് ഓടി വന്ന് എൻ്റെ അടുക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ വളർത്തിയതാണ്. അങ്ങനെ ഞാൻ അവന് ചോറും മരുന്നും ഒക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ 2-3 ഏപ്രിൽ അവനോട് വന്ന്, ഏപ്രിൽ മെയ് ജൂൺ 3 മാസം അവന് ഞാൻ കണ്ടിന്യൂസ് ദിവസവും വരും. ആ സമയമാകുമ്പം വരും. അവന് മരുന്ന് കൊടുത്ത് അവൻ ഭേദമായി കഴിഞ്ഞപ്പോൾ അവന് ഇവിടുത്തെ ആളായി. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവനായി. കാരണം മറ്റുള്ള പട്ടികളൊന്നും അടുത്ത് വരത്തില്ല. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അവനിപ്പോൾ ഇല്ല. അവൻ ഞാൻ വളർത്തുന്ന എൻ്റെ സ്വന്തം പട്ടിക്ക് പോലും ഇല്ലാത്തൊരു അടുപ്പം. ഗേറ്റ് തുറക്കുമ്പോഴേ ഓടി വരും. നമ്മുടെ സിറ്റൗട്ടിലങ്ങ് വന്ന് തുള്ളി നിന്നിട്ട് എന്നോടൊക്കെ കൊഞ്ചിക്കൊഴഞ്ഞ് ഞാനൊന്ന് ചോറിട്ട് കൊടുക്കും. അപ്പം മരിച്ചു പോയി. അവൻ്റെ ആദ്യത്തെ വന്ന വീഡിയോയും അസുഖം ഭേദമായ വീഡിയോയും ഒന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. അവനിവിടെ വന്ന അവസ്ഥയാണ്, കണ്ടില്ലേ? ക്ഷീണിച്ച് പുഴു അരിച്ച് ചോറ് വെപ്പാളം പിടിച്ച് ഗുളികയും കൂടെ തിന്നുക. റോഡിലിട്ട് കൊടുത്തത് കഴുകുകയാണ്, കുടയുക, പുഴുവിനെല്ലാം കുടഞ്ഞിടുക. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണ്. പിന്നെ അവനങ്ങ് ഇച്ചിരി അങ്ങ് നന്നായി. കണ്ടില്ലേ? മുറിവ് വന്നിട്ടും അങ്ങനെ അവനുണ്ട് പുഴുവെല്ലാം കൂടെ. കണ്ടില്ലേ? പുഴുവിനെല്ലാം ഇങ്ങനെ കൈകൊണ്ടെടുത്ത് നക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള അവസ്ഥയാണ്. അവൻ്റെ അസുഖമല്ല 2 മാസം മരുന്ന് കൊടുത്ത് അസുഖം ഭേദമായി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും കുറച്ചൊന്ന് കിടക്കാൻ വേണ്ടി. അന്നേരം ഞാൻ അവനെ തടകുകയും തൂക്കുകയും അവനെ ടോണി മോനെന്നാണ് ഞാൻ പേര് വിട്ടായിരുന്നു. കണ്ടില്ലേ? ആ ഭാഗം കണ്ട മുറിഞ്ഞ ഭാഗമാണ് ആ കാണുന്നത്, മുറിവിൻ്റെ ഭാഗമാണ് ആ കാണുന്നത്. അവന് ഞാൻ തൂക്കുകയും തലോടുകയും തടകുകയും ഒക്കെ ചെയ്യുവാനും വാത്സല്യത്തോടെ എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടല്ലേ. ഈ ക്രൂരന്മാരായ മനുഷ്യരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഈ വളർത്തിയ ആൾക്കാരോടാണ് ഇങ്ങനെ അവരുടെ കാവൽ പട്ടികളായിട്ട് വളർത്തിയിട്ട് അതുങ്ങളെ സുഖമില്ലാതെ വരുമ്പോൾ ഇങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കുന്നത്. അനീതിയല്ലയോ ഇതൊക്കെ? നീതിയാണോ ഇതൊക്കെ? ഇങ്ങനെ ആരും ചെയ്യരുതെന്ന് എല്ലാവരുടെയും പറയണം. നമ്മളൊക്കെ എല്ലാവരുടെയും പറയണം. ഇങ്ങനെ നായ്ക്കുട്ടികളെ വളർത്തിയിട്ട് സുഖമില്ലാതെ വരുമ്പോൾ ഇങ്ങനെ തെരുവിലെറിയാൻ എങ്ങനെ മനസ്സനുവദിക്കുന്നു? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവനെ ഇപ്പോൾ കാണാത്തതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് അവൻ ആ മുറിവും കൊണ്ട് വന്നപ്പോൾ ഞാൻ കരഞ്ഞ് 2 ദിവസം ഞാൻ ഉറങ്ങിയില്ല. ആ കുഞ്ഞ് അന്ന് ചത്തുപോകുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. കാരണം വേദന തിന്ന് അവന് അസുഖം ഇതങ്ങ് അതിൻ്റെ പെടലിയൊക്കെ അറ്റുപോകും. അങ്ങനെ അവനങ്ങ് മരിച്ചു പോകുമെന്ന് ഞാൻ അന്ന് വിചാരിച്ചു. എന്നിട്ടും ഞാൻ നല്ല കോൺഫിഡൻസോട് ഓടി അവന് മരുന്ന് കൊടുത്ത് അവന് ചോറിനകത്തിട്ട് ഒടിച്ചിട്ട് പുരട്ടി കൊടുക്കുമ്പം കടുക്ക കൂടുതൽ മീനും ഒക്കെ ഇട്ട് പുരട്ടി കൊടുക്കുമ്പോൾ അവനതങ്ങ് കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അവന് ഭേദമായി കഴിയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ വളർത്തിയില്ലെങ്കിലും പുറത്തുണ്ടല്ലോ. അവനങ്ങ് കണ്ടില്ലേ ഞാൻ അവനെ തലോടുകയും തൂക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നോട് അത്രയ്ക്ക് അങ്ങ് സ്നേഹമായിരുന്നു. എനിക്ക് അവനോടും അതുപോലായിരുന്നു. എൻ്റെ പട്ടി അവന് ഇത്രയും അടുപ്പമില്ല എന്നോട്. അവനേക്കാൾ സ്നേഹമായിരുന്നു എനിക്ക് കേട്ടോ. അപ്പോൾ ദൈവമേ, ഇങ്ങനെയുള്ള ക്രൂരതകളൊന്നും ആരും ചെയ്യല്ലേ. റോഡിലിട്ടല്ല ഞാൻ ചോറ് കൊടുക്കുന്നത്. റോഡിലിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടാണ് ഞാൻ ഈ പട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുന്നത്. റോഡിൽ ചോറ് കൊടുക്കരുത്. നമ്മുടെ പിന്നെ ആൾക്കാർ ബുദ്ധിമുട്ടാണ്, ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ പേപ്പറിലിട്ട് കൊടുക്കുമ്പോൾ വഴിയെ വന്നുകൊണ്ടൊക്കെ കാല് പേപ്പർ പറന്ന് ചെല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ റോഡിലിട്ട് കൊടുക്കും. റോഡ് തൂത്ത് വെള്ളമൊക്കെ ഓസൊക്കെ അടിച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ അവൻ വന്നപ്പോഴും അതേ രീതിയിൽ അങ്ങനെ മരുന്നും ചോറും എല്ലാം കൂടെ ഞാൻ ഓടിച്ചെന്ന് മരുന്നെടുത്ത്. തെരുവ് നായ്ക്കൾക്കൊക്കെ നമ്മൾ ചോറ് കൊടുത്താലും അവർക്ക് ഭയമാണ്, നമ്മുടെ അടുത്ത് വരത്തില്ല, അവരെ അടിക്കും എന്നുള്ള പേടി. ഞാൻ ചോറ് കൊടുത്താലും എന്നെ കാണുമ്പം 4 കാലയിൽ ഓടും. കാരണം അവത്തങ്ങൾ നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഓട്ടമാണല്ലോ. അവർക്ക് എങ്ങും നിൽക്കത്തില്ല. കാരണം ആൾക്കാരുടെ ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ പേപ്പട്ടിയും ഒക്കെ ഉള്ളത് കാരണം ഒത്തിരി ആൾക്കാരെ കടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയമാണ് പട്ടികളെ. പക്ഷെ എങ്കിൽ പോലും ഇതുങ്ങളാരെയും ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അവർക്ക് ഭക്ഷണം വേണം, അതേ ഉള്ളൂ. പക്ഷെ അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലായിരിക്കാം, എനിക്കറിയില്ല.
പക്ഷേങ്കിൽ ഇവൻ പിന്നെ അങ്ങ് ബെറ്ററായി. എൻ്റെ അസുഖമൊക്കെ മാറി 2 മാസം മരുന്ന് കൊടുത്ത് മിടുക്കനായി കഴിയുമ്പോൾ എൻ്റെ പെറ്റായി. അവൻ വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവനെ കാണുമ്പോൾ എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് വൈവാണ് അവനെ കാണുമ്പോൾ. അവൻ ഗേറ്റിൻ്റെ അവിടെ വന്ന് വരുമ്പോഴേ ഇവിടുത്തെ ആൾ കിടന്ന് കുരയ്ക്കാൻ തുടങ്ങും. അങ്ങനെ അവനെ അകത്ത് കയറ്റി പൂട്ടിയിട്ടാണ് ഞാൻ അവന് ചോറ് കൊടുക്കും. നേരത്തെയൊക്കെ അവൻ നമ്മുടെ ഗേറ്റിനകത്ത് കയറി നിന്ന ചോറ് തിന്നത്തുള്ളൂ, പുറത്ത് നിൽക്കത്തില്ല. കാരണം അവൻ ഇവിടുത്തെ ആളാണ്. അങ്ങനെ അവനൊരു പ്രത്യേക പാത്രമൊക്കെ വെച്ച്, അങ്ങനെ മറ്റുള്ളവരാരും എൻ്റെ പാത്രത്തിൽ തലയിടത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ ആ ഒരു വിഷമാവസ്ഥ ഞാൻ പറയാനാണ് വന്നത്, ഞാനീ പറയാൻ വന്നത്. ഇങ്ങനെയുള്ള നായ്ക്കുഞ്ഞുങ്ങളെയൊക്കെ ഈ ദുഷ്ടന്മാർ ആയിട്ടുള്ള നല്ലവരായ മനുഷ്യർ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും രോഗാവസ്ഥ വരുമ്പോൾ വഴിയിൽ തള്ളിയാൽ പക്ഷെ അവർക്ക് ആരും സംരക്ഷണം കൊടുക്കത്തില്ല കേട്ടോ. ഈ തെരുവ് നായ്ക്കളെ ആരും അടുപ്പിക്കത്തില്ലല്ലോ. അപ്പോൾ അല്ലാതെ ഈ വളർത്തു നായ്ക്കളെ തെരുവിലിട്ടാൽ തെരുവിലുള്ള നായ്ക്കളും അവരെ അടുപ്പിക്കത്തില്ല, അവരെ കടിക്കുകയും അവരെ കടിച്ചു കൊല്ലുകയൊക്കെ. പക്ഷെ ഇവനാണെങ്കിലും മറ്റുള്ളവരെ മുറുമുറുത്തോണ്ട് ചെല്ലുമ്പോൾ ഇവൻ തിരിച്ച് മുറുമുറുക്കും. അങ്ങനെ അവൻ ഫൈറ്റ് ചെയ്ത് അവൻ അവരുടെ കൂടായി, അവരുടെ ഒരു കൂട്ടാളിയായി ഇപ്പോൾ അവന്. അപ്പോൾ ഇവിടെ ഞാൻ മേളിൽ ലൈറ്റിടുമ്പോൾ അവനായിരിക്കും മുമ്പേ ഓടി വരുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം. കാണാൻ എന്തൊരു ഭംഗിയാണ്, പൂക്കല പോലുള്ള വാലും ചെവിയിലെ കാശ് കൊടുത്ത് മേടിക്കുന്ന കൂടി എന്നെ പറ്റിയ. അപ്പോൾ ഈ നായ്ക്കുട്ടികൾക്കൊക്കെ അസുഖം വരുമ്പോഴേ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മുടെ മക്കളെ വളർത്തുന്ന പോലെ മക്കളെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹം കൊടുത്താണ് ഇങ്ങനെയുള്ള പെറ്റിനെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ അവരെ ചികിത്സിച്ച് ഭേദമാക്കത്തില്ലേ? നമ്മുടെ മക്കളെ അങ്ങ് തെരുവിലങ്ങ് കളയുമോ? അതുപോലാണല്ലോ അവർ ഈ നായ്ക്കുട്ടിയോടും കാണിച്ചത്. അതിന് വയ്യാതെ വന്നപ്പോൾ അതിനെ തെരുവിലങ്ങ് ഉപേക്ഷിച്ച്. അങ്ങനെ എന്തൊരു ക്രൂരതയായിപ്പോൾ. പക്ഷേ എനിക്കങ്ങ് ഭയങ്കര സങ്കടം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവൻ എന്നിട്ട് 2-3 ദിവസം കൊണ്ട് അവൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ വിചാരം ഈ തേങ്ങ അരച്ച മത്തിക്കറിയാണ്, കുഞ്ഞു മത്തി. അപ്പോൾ അതായിരിക്കുമെന്ന് വിചാരിച്ച് 2ൻ്റെ അന്ന് ഞാൻ മീൻ വറുത്ത് പൊടിച്ച് അവന് പ്രത്യേകം ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നത്. 2-3 പേർക്ക് കഴിക്കുന്ന ചോറ് അവൻ കഴിക്കും. അപ്പോൾ അവന് ഞാൻ പിന്നെ 3 പേർക്ക് കഴിക്കുന്ന ചോറ് അവന് പ്രത്യേകം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കും. വേറെ ആരും അവൻ്റെ പാത്രത്തിൽ തലയിടത്തില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവനോട് എനിക്കൊരു പ്രത്യേക പരിഗണനയുണ്ടെന്ന് തെരുവിലെ പട്ടികൾക്കെല്ലാം നായ്ക്കൾക്കെല്ലാം മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ വറുത്ത മീനും കൂടെ പെരട്ടി കൊടുത്തണമെങ്കിൽ അവൻ കഴിക്കുന്നില്ല. അവന് കഴിക്കണമെന്നുണ്ട്, വെള്ളം കുടിക്കണം. അവനായിട്ട് വെള്ളം കൊടുക്കാനായിട്ടൊരു പാത്രവും ഞാൻ വെച്ചിട്ടുണ്ട്. വേറെ ആരും വെള്ളമൊന്നും കുടിക്കുക, അവർ വല്ലച്ചാലും ചോറൊക്കെ തിന്നേച്ചാൽ ഓടിക്കളയും, പേടിച്ച് അവരെ അടിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൻ 2 ദിവസം ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനൊന്നും കഴിക്കാത്ത എന്താ, മോനൊന്ന് കഴിക്കുക. എന്നിട്ട് അവൻ കഴിക്കാതെ മണപ്പിച്ച്. എൻ്റെ വിചാരം ഈ മീൻ ഇങ്ങനെ ആയിട്ടായിരിക്കുമെന്ന്. അപ്പോൾ 3ൻ്റെ അന്ന് ഇതുപോലെ ഇവൻ വന്നില്ല. എല്ലാവരും വന്ന് ചോറ് കഴിച്ചിട്ട് ഇവനെ കാണാൻ ഞാൻ ഗേറ്റിലിട്ട് അടിച്ചാൽ ഇവരൊക്കെ വരുന്നത്. ഗേറ്റിലിട്ട് അടിച്ചപ്പോൾ അവൻ അങ്ങ് ഈ ഏന്തി വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എന്തോ വയ്യ. എന്നപ്പോൾ ഇവന് 2 ദിവസം ഭക്ഷണവും കഴിച്ചില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ കഴിക്കും, നിനക്ക് വയ്യാതെ വരും, നീ കഴിക്കുക. എന്നിട്ട് എൻ്റെ അടുക്ക് കൊഞ്ചുവാ. എന്നിട്ട് അവന് വയ്യാങ്ങനെ എൻ്റെ അടുത്ത് കുഴയുന്നുണ്ട്, കുഴയുന്നുണ്ട്. കുഞ്ഞിനിങ്ങനെ തലയാട്ടിക്കൊണ്ട് എൻ്റെ അടുക്ക വാത്സല്യത്തോടെ വരുവാണ്. ഞാൻ പറഞ്ഞു, മോൻ പക്ഷേ ഇല്ല തെരുവ് നായതുകൊണ്ട് ഞാൻ എന്നാലും പിടിക്കുകയും തലയെ തടവുകയൊക്കെ ചെയ്യും അവൻ്റെ. എങ്കിലും വയ്യാത്ത അവസ്ഥയില്ലെങ്കിൽ തൊടാനൊരു പേടി. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനത് കഴിച്ചില്ല, എൻ്റെ മോന് വയ്യാതെ വരും, കഴിക്കും മോനെ എന്ന് പറഞ്ഞിട്ട് അത് കുറേ നേരം ഇങ്ങനെ മണപ്പിച്ചൊക്കെ നിന്നിട്ട് അവനങ്ങ് പോയി, തെക്കോട്ട് പോയി. എനിക്ക് ഭയങ്കര വിഷമമായി. അന്ന് പിന്നെ ഞാൻ ഉറങ്ങിയില്ല. ഈ നായ്ക്കുഞ്ഞുങ്ങൾക്കന്ന് ഒരു ദിവസമെങ്കിലും ചോറ് കൊടുത്തില്ല എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ദിവസവും അവർക്ക് ഏത് സമയത്ത് നമ്മൾ എവിടെ പോയി വന്നാലും രാത്രി ആയാലും ഞാൻ അവർക്ക് ചോറ് കൊടുക്കും, അല്ലെങ്കിൽ വെച്ചിട്ട് പോയിട്ട് വരുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവനോട് പ്രത്യേക സ്നേഹം, നമ്മളെ വീട്ടിൽ വളർത്തുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആണല്ലോ. അവൻ ആദ്യത്തെ ദിവസം വന്നപ്പോഴും അതുപോലെ നമ്മുടെ അടുത്ത് ഓടി വന്ന്, അമ്മ എനിക്ക് ചോറ് താന്നുള്ള അർത്ഥത്തിൽ അവൻ അടുത്ത് വന്നിങ്ങനെ. അപ്പോഴേ എനിക്ക് മനസ്സിലാരോ വളർത്തിയ പട്ടിയാണെന്ന്. അങ്ങനെ ഇവനങ്ങ് പോയി കേട്ടോ. വീട്ടിൽ മെനങ്ങാന്ന് രാവിലെ ഉണ്ട്. അടുത്ത ദിവസം രാവിലെ ഇവിടെ വന്ന് ഗേറ്റിനുടങ്ങണം. നമ്മുടെ അപ്പുറത്തെ ഒരു ചേച്ചി ഇതിലെ പറഞ്ഞ് ഇവിടെ പട്ടി കിടക്കുന്നു കേട്ടോ. ഒരു പരിചയമില്ല അവർക്ക്, ഇവനെ ആർക്കും പരിചയമില്ല. കാരണം ഏപ്രിൽ ഇവിടെ വന്നതേ ഉള്ളൂ. മറ്റുള്ള പട്ടികൾക്കൊക്കെ 5 വർഷം കൊണ്ട് ഞാൻ ചോറ് കൊടുക്കുന്ന. അപ്പോൾ ഇവിടെ ചോറ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും ആരോ കൊണ്ട് വിട്ടത്. അപ്പോൾ ഞാൻ ഓടിച്ചെന്നപ്പോൾ ഇവനാ. അപ്പം ഞാൻ ഉടനെ ഗേറ്റ് അങ്ങ് തുറന്നു. കാരണം ഇവിടെ ഒരുത്തനുണ്ട്, അവൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. എന്നിട്ട് അവനെ പെരക്കകത്തിട്ട് കഥ അടച്ചിട്ട് ഞാൻ
ഗേറ്റ് തുറന്നപ്പോഴും അവൻ കയറി ഇഞ്ഞ് വന്നു. അവനൊന്ന് കിടക്കണം, അവന് അവശത, അവന് ക്ഷീണം, അവന് വായ തുറന്ന് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഓടിച്ചെന്ന് ഞാൻ ഒരു കുപ്പിക്കകത്ത് വെള്ളമാക്കി കൊണ്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ അവനങ്ങ് കുടിച്ചു. പക്ഷേ എനിക്ക് തൊടാൻ പേടി. എന്നിട്ട് ഞാൻ ഗുളിക, അവന് വേദന വല്ലതും ഉണ്ടെങ്കിൽ മാറ്റുന്നൊരു ഗുളിക ഇവിടെ സ്റ്റോക്കാണ്, പട്ടിക്കൊക്കെ കൊടുക്കാനേ ഗുളികയൊക്കെ സ്റ്റോക്കാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ പട്ടിയുണ്ടല്ലോ കൊണ്ട് കൊടുത്തപ്പോൾ അവന് പെട്ടെന്ന് അവന് ഇഷ്ടക്കേടായിപ്പോയി മരുന്നിൻ്റെ ചുവ. പിന്നെ അവനങ്ങ് ഓടി നമ്മുടെ വടക്കേപ്പുറത്ത് വർക്കേരിയയിൽ വന്ന് ഇവിടെ കിടന്നു. അപ്പോൾ വർക്കേരിയയിൽ കിടത്താൻ പറ്റുമോ? അവിടെ ഈ ടിൻഡുവിനെ കിട്ടുന്ന സ്ഥലവും അവിടെ വർക്കേരിയയ്ക്ക് പടിഞ്ഞാറ് വശത്ത് അവനെ കിട്ടും. അപ്പോഴത്തേന് എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് ഓടിച്ച് എറിഞ്ഞ് ഞാൻ കിടക്കപ്പോൾ വെള്ളം തൊട്ടപ്പോൾ അവനങ്ങ് ഓടി. പട്ടികളെല്ലാം അങ്ങനെ വെള്ളം ഓടുമ്പോൾ ഓടും. അപ്പോൾ അവൻ കിടക്കപ്പുറത്ത് വന്നപ്പോൾ ഞാൻ അന്നേരം ഇവിടുത്തെ അവനെ പിടിച്ച് അകത്ത് കയറ്റി ഇടാമെന്ന് വിചാരിച്ച് പിന്നെ മറ്റവനെ അങ്ങ് പുറത്താക്കി. മോനിവിടെ നിൽക്കുന്നു പറഞ്ഞ് ഞാൻ പുറത്താക്കിയിട്ട് ഞാൻ അവനവിടെ കിടക്കുമല്ലോ, ഇവനെ അകത്താക്കിയിട്ട് അവനെ ചെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പുറത്താക്കിയിട്ട് ഇനി വന്ന് ഇവനെ അകത്തിട്ട് പൂട്ടേച്ച് വന്നപ്പോഴും അവനങ്ങ് പോയി. അവൻ്റെ വിചാരം അവനെ ഇനി വഴക്ക് പറഞ്ഞാന്ന് ഓർത്ത് അവനങ്ങ് പോയ പോക്ക് അവനെ കണ്ടില്ല. ഇപ്പോൾ 2-3 ദിവസമായി ഞാൻ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ല, എൻ്റെ ഹൃദയം പൊട്ടു. അതേ രീതിയിൽ എനിക്ക് വിഷമം, അവനോടുള്ള ആ ഇഷ്ടം. അങ്ങനെ ഒരു പട്ടിയായിരുന്നു, ഒരു നായ്ക്കുഞ്ഞായിരുന്നു. അവനെ ഞാൻ ടോണിന്ന് പേര് വിട്ട്. ടോണി മോൻ എനിക്ക് വാന്ന് വിളിക്കുമ്പോഴേ അവൻ ഓടിഞ്ഞ് വരും. മോനത് കഴിക്കും, ടോണി മോൻ കഴിക്കുന്ന പറഞ്ഞത് കഴിക്കും. അവൻ്റെ 3 പേര് കഴിക്കുന്ന ചോറ് കഴിക്കാറുണ്ടല്ലോ, വല്ലതും കഴിച്ച് കിടന്ന പട്ടിയല്ല. അവന് മുളക് തേങ്ങ അരച്ച കറിയൊന്നും അവൻ കൂട്ടത്തില്ല. അവന് നല്ല കറിയൊക്കെ വേണം. നമ്മൾ വെക്കുന്ന അതേ ടേസ്റ്റുള്ള കറി ഉണ്ടെങ്കിൽ അവൻ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ കൊടുക്കുന്ന. അവന് പ്രത്യേകം മീനെടുത്ത് മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുത്താലും അവരങ്ങ് കഴിച്ചോളും. കാരണം അതുങ്ങൾക്ക് തെരുവ് നായ്ക്കളല്ല, ഇവനങ്ങനല്ല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെയുള്ള ആൾക്കാർ ആരായാലും ഇങ്ങനെ നായ്ക്കളെ വളർത്തിയിട്ട് ഇങ്ങനെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കാതെ നിങ്ങൾ എന്തിനാണ് ഉപേക്ഷിക്കാതെ ഇങ്ങനെ വാങ്ങിക്കരുത്. നമ്മുടെ മക്കളെ അസുഖം വന്നാൽ നമ്മൾ ഉപേക്ഷിക്കുമോ തെരുവിൽ? ഇല്ല. അതുപോലെ നമ്മൾ അവരെയും ഉപേക്ഷിക്കാതെ മരുന്ന് കൊടുത്ത് ഭേദപ്പെടുത്തി അവരെ സംരക്ഷിക്കാൻ നോക്കണം. അല്ലാത്തവരിങ്ങനെയുള്ള നായ്ക്കുഞ്ഞുങ്ങളെയൊന്നും വളർത്തരുത്. നമ്മുടെ അറിവുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയുള്ള നായ്ക്കുട്ടികളൊക്കെ വാങ്ങിക്കുന്നവർ തെരുവിൽ ഉപേക്ഷിക്കരുത് എന്ന്.